അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മരിക്കും, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നാളെ മരിക്കൂല. ഇപ്പൊ ഈമാനിലെ ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹു വിശ്വസിക്കൽ. അവസാനത്തെ കാര്യം എന്താ? യൗമുൽ ആഖിറ അല്ലേ അവസാനത്തെ കാര്യമാകണ്ട്, പക്ഷെ ഖദറാണ് അവസാനത്തെ കാര്യം. ഈമാനിൽ ലാസ്റ്റ് യൗമുൽ ആഖിറ അല്ല, ഖദറാണ്. അതൊരു അമലാണോ? അല്ല. അതെന്താണ് ഈ ഖദർ? അത് നിന്റെ മനസ്സിന്റെ ഒരു ഉറപ്പാണ്. എനിക്കൊന്നും പറ്റൂല, എന്റെ റബ്ബ് പറ്റിച്ച എനിക്ക് പ്രശ്നമല്ല. എന്തേ പറയണ്ടുള്ളൂ, എന്തേ വേണ്ടു? അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ എന്ന് പറയും. അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ, അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. ഒരു മനക്ലേശം, ഒരു പ്രയാസം ഒരാളെ ബാധിച്ചാൽ ഫല്യഖുൽ, അയാൾ പറഞ്ഞുകൊള്ളട്ടെ. വളരെ ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. വളരെ സിമ്പിളാണ്. ഒരാൾക്കൊരു പ്രയാസം ബാധിച്ചാൽ ഏത് തരം, ചിലപ്പോൾ ചില കാരണത്തിൻ്റെ പേരിൽ വന്ന പ്രയാസമായിരിക്കാം. ഒന്ന്, വരുമാനം നിലച്ചുപോയി, ജോലി നഷ്ടപ്പെട്ടു പോയി, ഉദ്ദേശിച്ച് നടന്നില്ല, കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മനുഷ്യൻ നിത്യജീവിതത്തിൽ വരുന്ന പ്രയാസം ചിലപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വന്ന പ്രയാസമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം എന്താണെന്ന് അറിയുന്നേ ഇല്ല, സുഖമേ ഇല്ല. ഒരു പ്രത്യേക ഇമാം തൊബ്രാനി തൻ്റെ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇമാം തൊബ്രാനി തങ്ങൾ തൻ്റെ മുഅ്ജമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസം ഒരാളെ ബാധിച്ചാൽ ഫൽയഖുൽ, അയാൾ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. ബസ്. ഒരുപാട് മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എന്ത് പറയേണ്ടുള്ളൂ? ചെറുത്. ഞാനത് മറന്നു. മുസ്തഫ നബി പറഞ്ഞതാണ്. ഏതോ ഒരു ഉസ്താദ് പറഞ്ഞല്ല, മുസ്തഫ നബി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ തൻ്റെ ഇഖാദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ത്വബറാനി തൻ്റെ മുഅ്ജമിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മുഹദ്ദിസുകൾ ആ മുഅ്ജമിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല പറഞ്ഞു. വളരെ ചിന്തിക്കണം. എന്താണ് ഹബീബ നബി പറഞ്ഞത്? മൻ അസ്വാബഹു ഹമ്മുൻ ഔ ഗമ്മുൻ, ഒരാൾക്ക് കാരണം അറിയുന്നതോ കാരണം അറിയാത്തതോ ആയ ഒരു മനക്ലേശം, ഒരു ടെൻഷൻ, ഒരു പ്രശ്നം. നമ്മൾ ഇന്നലെ ചില ദിവസം, ഇന്ന് എനിക്ക് എന്തോ ഒരു സുഖമില്ല, എന്താണ് എന്തെങ്കിലും പറ്റി പരിഹരിക്കും, എന്തെങ്കിലും പറ്റി എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ എനിക്കൊരു സുഖമില്ല. ഒന്ന്. അല്ലെങ്കിൽ എന്ത്, പാപ്പാൻ്റെ ആ ലിസ്റ്റ് എന്താ പറയുക, മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോൾ മുതലേ എനിക്ക് സുഖമില്ല. ഇന്ന് രാവിലെ ഞാൻ ഷുഗർ നോക്കി, അത് മുതലേ എനിക്ക് സമാധാനമില്ല. ഓനെ കൊടുക്കാനുള്ള ഞാനോനോട് പറഞ്ഞപ്പം 2 ആഴ്ച കൂടി കാക്കിട്ടെന്ന് പറഞ്ഞപ്പോൾ ഓനൊരു സുഖമില്ലാത്ത, അത് മുതലേ എനിക്ക് ഒരു സമാധാനമില്ല. വാക്കട ഇത് നിത്യജീവിതത്തിൽ വരാറുണ്ടോ ഇല്ലേ? പറയും, വരാറുണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പം എന്താ പരിഹാരം? എന്താ പരിഹാരം കേട്ടോളൂ. വളരെ സിമ്പിൾ വാക്ക്, വളരെ സിമ്പിളാണ്. അത് ആർക്കും ഞാൻ അത് ഉസ്താദെ മറന്നല്ലോ എന്ന് പറയാനില്ല. അത് ഞാൻ ഒന്നുകൂടി എഴുതി തരും എന്ന് പറയാനില്ല. ഒരു കാര്യം മാത്രം. ചിലപ്പോൾ ഒരു സ്ഥാനത്ത് എന്നാൽ റസൂലുള്ളാഹിക്ക് ബദരീങ്ങൾക്ക് ഒരു യാസീൻ ഒഴിക്കളാറും, ഞാൻ എഴുതി തരും എന്ന് പറയാൻ പറ്റും. റസൂലുള്ളാഹിന്റെ ബദരീങ്ങൾ പേരിലൊരു യാസീൻ ഒതുക്കള, ഖിദർ നബിക്ക് ഒരു വാക്യ ഒതുക്കള, പിന്നെ മുഹദീങ്ങൾക്ക് വേണ്ടി ഒരു ഇഖ്ലാസ് ഒതുക്കള, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എഴുതി തരും എന്നറിയാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇത് ലോകപ്രശസ്ത മുഹദ്ദിസായ ഇമാം ത്വബറാനി തങ്ങൾ തന്റെ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തന്റെ ഇഖാദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അഹ്ലുസുന്നയുടെ മുഹദ്ദിസുകളായ അഇമ്മത്ത് ഈ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പറയേണ്ടത്? ചെറുത് എന്തേ പറയേണ്ടുള്ളൂ? മൻ അസ്വാബഹു ഹമ്മുൻ ഔ ഗമ്മുൻ. ഹമ്മ് എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട കാര്യത്തിൽ വരുന്ന പ്രയാസം. എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്നൊന്നും പ്രത്യേകിച്ച് അറിയുന്നില്ല. എന്തോ ഒരു സുഖമില്ല, ഒരു സമാധാനമില്ല. രണ്ടാളും കൂടെ നല്ല മഴ പെയ്ത സമയമാണ്. തോട്ടിലൊക്കെ മീൻ കയറും, പുഴയിൽ അടിച്ചു കയറും. ചിലപ്പോൾ നമ്മൾ പാടത്ത് മീൻ കയറും. ഇപ്പം മീൻ പിടിക്കാൻ രാവിലെ പോകാമെന്ന് രണ്ടാൾ തീരുമാനിച്ചാണ്. മറ്റോ വലയും കൊണ്ട് വന്നു. അപ്പം ഇപ്പം പറഞ്ഞത് ഇന്ന് എനിക്ക് വെയ്യടൂ, എന്ത് സുഖമില്ല, നാളെ മീൻ ഉണ്ടാവില്ലടൂ. മീൻ ആ കയറ്റത്തിലല്ലേ കിട്ടുള്ളൂ. മീൻ എപ്പോഴും കിട്ടാൻ ആ പുതുക്കിൻ്റെ ഏറ്റത്തിനെ കിട്ടും. ശുന്നു വാ, മനല്ല മനസ്സോടെ പോയാൽ തന്നെ മീൻ പിടിക്കണത് കണ്ടെത്തുന്നോ തിരിച്ചു. എനിക്ക് എന്ത് രാഹത്തില്ല. ഞാൻ അപ്പുറത്തെ കുഞ്ഞാപ്പനെ വിളിച്ചോ, എനിക്ക് എന്ത് രാഹത്തില്ല. എന്താ കാരണം അറിയില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അറിയില്ല.
ഇങ്ങനെ ഉണ്ടാവൂലേ? പറയാം, അങ്ങനെ ഉണ്ടാവാറില്ലേ? ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ അതൊക്കെ. അങ്ങനെ ഒരാളെ ബാധിച്ചാൽ അപ്പൊ രണ്ട് പ്രയാസമല്ലേ ഉള്ളൂ. ഒന്നൊരിക്കൽ കാരണം അറിയുന്ന പ്രയാസം, അല്ലെങ്കിൽ കാരണം അറിയാത്ത പ്രയാസം. ഇങ്ങനെ രണ്ടാമതൊരു പ്രയാസം ഒരു മനുഷ്യനുണ്ടാവും. അങ്ങനെ ഏത് പ്രയാസം ഭവിച്ചാലും ആരാണ് മരുന്ന് പറഞ്ഞു തരുന്നത്? പറ. ഏതോ ഉസ്താദല്ല. ഉസ്താദാണ് കിതാബ് ഏതാ മറ്റേതൊക്കെ ചോദിക്കാം. ഇതാരാണ് പറഞ്ഞു തരുന്നത്? അള്ളാന്റെ ഹബീബ്, ത്വബീബുൽ അത്ബാ, എല്ലാ ഡോക്ടർമാരുടെയും ഡോക്ടർ, അള്ളാന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്? ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത മുഹദ്ദിസുകളിൽ പ്രമാണികളിൽ പ്രമാണകരായ ഇമാം തബ്രാനി. പിന്നെ എല്ലാ മുഹദ്ദിസുകളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. എന്തേ പറയേണ്ടുള്ളൂ? പറ. എന്തേ വേണ്ടു? അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ എന്ന് പറയും. അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. 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 ഇനി ഞാൻ പറയാതെ നിങ്ങൾ പറയരുത് മൂന്നോട്ടം. ഈ അല്ലാഹ് അല്ലാഹ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥം അല്ലാഹ് ഇഖ്തർതുല്ലാഹ്, എന്റെ പ്രശ്നത്തിന് ഞാൻ അല്ലാഹുവിനെ തെരഞ്ഞെടുത്തു, അല്ലാഹ് ഞാൻ അവനെ തെരഞ്ഞെടുത്തു. അല്ലാഹ് അല്ലാഹുവേ, അങ്ങനെ അർത്ഥമുണ്ട്. അല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്കാരും മതി, അല്ലാഹ്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഈ അർത്ഥം എല്ലാം കൂടിയ അർത്ഥമാണ് അതിന്റെ അർത്ഥം. എല്ലാം ഉണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞു? ലാ ഉശ്രികു ബിഹി ശൈആ. ലാ ഉശ്രികു ബിഹി ശൈആ, അവനെ കൊണ്ട് ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ലാ ഉശ്രികു ബിഹി ശൈഅൻ, ഞാൻ അവനെ കൊണ്ട് ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇതിന്റെ ചെറിയ അർത്ഥം, അല്ലാഹു അല്ലാത്തൊരു മുൻഇമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും ചെറിയ അർത്ഥം, ഇതിന്റെ പ്രമുഖമായ അർത്ഥം പറഞ്ഞു. അല്ലാഹു അല്ലാത്ത ഒരാളെയും ഞാൻ പങ്കു ചേർക്കുന്നില്ല, ഒരു മുൻഇമോ അല്ലാഹു അല്ലാത്ത ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം, ഒരു 10 റുപ്യ ഉണ്ടാ, 10, 15, 20 ഒരു പോക്കറ്റിൽ നിന്ന് ഒരു പൈസ ഉണ്ടാ, ഞാൻ ഇതിന്റെ ഏറ്റവും ചെറിയ അർത്ഥം പറയട്ടെ. ഇത് പോകാൻ തന്നു, ഞാൻ സങ്കല്പിക്കുക. അവിടെ ഇരുന്നോ, ഒന്നുമില്ല, നീ മാജിക് ഒന്നുമില്ല, നീ മാജിക് ഒന്നുമില്ല അൻവർ. ഇപ്പൊ സങ്കല്പിക്ക, അൻവർ എനിക്കിത് തന്നു. തന്നപ്പോ ഇതെവിടെ ഇട്ടു? ഞാൻ പറയും, ഇപ്പൊ എവിടെയായി? ഇന്റെ പോക്കറ്റ്. ഇപ്പൊ ഇതാര് മുതലാ? പറയും, ഇപ്പൊ ഇതാര് മുതലാണ്? സങ്കല്പിച്ചോളി പറയും. ഇത് എനിക്ക് തരണ്ടെന്നും തരണമെന്നും ഞാൻ പറയില്ല. നമുക്ക് തരണമെങ്കിൽ വലിയ നോട്ട് തരണം, അപ്പൊ ഞാനിത് എന്റെ പോക്കറ്റിലിട്ടു. ഇതിൻ്റെ അല്ലേ? ഇപ്പൊ ഇതിൻ്റെ ആയില്ലേ? ഇപ്പോൾ ഇന്റേതായില്ലേ? അവൻ എനിക്ക് തന്നൂന്ന് സങ്കല്പിക്ക്, അതോടുകൂടെ എന്റെ രായിന്ന് സങ്കല്പിക്ക്, ഇപ്പൊ എന്റെ മോനായില്ലേ? ശരി, ഇനി അതിൻ്റെ ഒരു അർത്ഥം, ഇതിനെപ്പോലും ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ കാര്യത്തിന് ഞാൻ ഇതിനെയും കണക്കാക്കില്ല. അപ്പൊ ഇത് കിട്ടിയാൽ, മനസ്സിലായില്ല, ഇത് കിട്ടിയാൽ ഇന്നത്തെ പ്രാതൽ കഴിക്കാനുള്ളത് ഇതുകൊണ്ട് കിട്ടുമല്ലോ. പറയും മനുഷ്യന്മാരെ, ഉച്ചക്കത്തെ കാര്യം ആലോചിച്ചാൽ മതി, രാവിലത്തെ കയ്യിലായിട്ടുണ്ട്, അതുപോലും എനിക്ക് ഇല്ല. അതാണ് വലാ ഹൗല. അതിന്റെ അർത്ഥം അതാണ്. കൈ കിട്ടിയത് കിട്ടി, ബാക്കിയുള്ളത് റബ്ബ്. അങ്ങനെയല്ല. ലാ ഉശ്രികു ബിഹി ശൈഅൻ, ഇതിന്റെ ഏറ്റവും താഴെ 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 എന്റെ കൈ എനിക്ക് മതിയാവും, ഞാനത് ഉറപ്പിക്കണില്ല. എന്റെ കാര്യം ഇവിടെ ഞാൻ ഷിർക്കിനെ താഴെക്കിറക്കി അർത്ഥം വെക്കുകയാണ് കേട്ടാ. നീ ഷിർക്കിന്റെ സാങ്കേതിക അർത്ഥം അല്ല ഇത്, നീ ഇതുമ്മൽ അർത്ഥം ഉണ്ടാക്കരുത്. മനസ്സിലാണ്ട് പറഞ്ഞ അങ്ങനെയും വെക്കാം. എന്റെ കാര്യം അല്ലാഹു സഹായിക്കുന്ന കൂടെ എന്റെ കാലും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ എനിക്ക് എന്റെ കാല് മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലാണ്ട് പറഞ്ഞു, ഈ കാര്യം മതി,
അല്ലാഹ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ മരുന്ന്, ഇപ്പൊ ചെറിയ ക്യാപ്സൂളാണ്, ഈ ചെറിയ ക്യാപ്സൂളിന് ഇത്ര വലിയ ഫലമുണ്ടാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട്? അതിന്റെ പൊരുൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്നത് കൊണ്ട്. ഇല്ലേ? ഇല്ല, തിരിഞ്ഞിട്ടില്ല. ഇതേ വാക്ക് 10,000 വട്ടം ഈ ചെല്ലിയിട്ട് ഒരു കാര്യമില്ല. തിരിഞ്ഞിട്ടില്ല. ഒരു വട്ടം ചെല്ലാനാ മുത്തുനബി പറഞ്ഞത്, ഒറ്റ വട്ടം. ഇത് 313 വട്ടം ചൊല്ലിക്കോണില്ല. ചില വാക്കുകൾ അള്ളാന്റെ ഹബീബ് 70 വട്ടം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചില വാക്ക് ഹബീബ് 1000 വട്ടം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചില വാക്ക് ഹബീബ് 33 ഓർ 33 34 അങ്ങനെ ഉണ്ട്. ചിലത് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ അങ്ങനെ ഉണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 അല്ലാഹു അക്ബർ 34 അങ്ങനെയുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അദദില്ല. എത്ര വട്ടം ചൊല്ലിക്കോ? ഓൺലി വൺ. എന്റെ പറയണ്ടുള്ളൂ. അപ്പൊ ചെറിയ ക്യാപ്സൂളാണ്. ഉദാഹരണം പറയാ, ഈ മൊബൈൽ നമ്മൾ പരമാവധി അകത്തി വെക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ചും അതിനുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ പറയും, പ്രത്യേകിച്ച് മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ പറയും, 1 മീറ്റർ എങ്കിലും അകലത്തിൽ വെക്കണം. 1 മീറ്റർ എങ്കിലും കയറിയിരിക്കണം. ഒന്നുകൂടി കയറിയിരിക്കണം. കയറി അവിടെയൊക്കെ സൗകര്യം ഉണ്ട്. നോക്കൂ. മെഡിക്കൽ ഓഫീസർമാർ പറയും മൊബൈൽ അടുത്ത് നോക്കരുത്, മൊബൈൽ ക്യാൻസർ എന്ന ഒരു ക്യാൻസർ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അങ്ങനെ പല ആളുകളും ഉണ്ട്. പല ക്യാൻസർ മരിച്ച ആൾ മലബാർ തന്നെയുള്ള ആളെ എനിക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മോട് ബന്ധപ്പെട്ട ചില ആളുകൾ മൊബൈൽ ക്യാൻസർ പിടിച്ച്, ബ്രെയിൻ ട്യൂമർ പിടിച്ച് അങ്ങനെ മരിച്ചുപോയ ആളുകൾ എനിക്കറിയാം. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അത്തരം രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ 1 മീറ്റർ എങ്കിലും ചുരുങ്ങിയത് അകലത്തിൽ വെക്കണമെന്ന് പറയും. എന്തുകൊണ്ട്? അമേരിക്കയെന്നോ ദുനിയാവിൽ എവിടെയെന്നോ ഒരാൾ എന്നെ നമ്പർ തെറ്റാത്ത വിളിച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നതാണ് ഈ സിമ്മ്. അപ്പോൾ അതിന്റെ റേഡിയേഷൻ, അതുവഴി ഉണ്ടാവുന്ന റേഡിയേഷൻ വളരെ വലുതായിരിക്കും. സാറ്റലൈറ്റും ഇതും തമ്മിലുള്ള ബന്ധമാണ് ആ റേഡിയേഷനിലൂടെ ഉണ്ടാവുക. ആ റേഡിയേഷൻ അത്ര ശക്തമായിരിക്കും. എന്റെ ബ്രെയിനിനെ നശിപ്പിക്കാനും അതിൽ ക്യാൻസർ കണികകൾ കയറ്റാനും അതിന് കഴിയും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ സിം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇത്രേ. പക്ഷെ അതിന്റെ കരുത്ത് വളരെ വലുതാണ് എന്ന് പറഞ്ഞതുപോലെ മൻ അസാബഹു, ഒരാളെ ബാധിച്ചു, ഒരു ഹമ്മോ അല്ലെങ്കിൽ ഒമ്മോ, കാരണമുള്ള മനക്ലേശമോ കാരണം എന്തെന്നറിയാത്ത മനക്ലേശമോ ബാധിച്ചാൽ ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ. എന്ത്? ഇനി മറക്കരുത്. എന്ത്? അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. ഇത്ര മതി. ഇത് 2 വട്ടം പറയണ്ട, 1 വട്ടം ആവർത്തിക്കണമെങ്കിൽ എന്റെ ഇട്ടാണ്. മുത്തനബി പറഞ്ഞില്ല. അപ്പൊ ഇതിൽ അത്രയും വലിയ പൊരുൾ അടങ്ങണം. എന്താണ് ആ പൊരുൾ? കഫാനി റബ്ബി ഹസ്ബി റബ്ബി, എനിക്കാരും മതി. ആ വിശ്വാസമുണ്ടെങ്കിൽ പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. 1 കൊല്ലം കഴിഞ്ഞു, 1 കൊല്ലം തുടങ്ങാണ്. അല്ലേ? ആണോ? അല്ലേ? പറയാം. ഇന്ന് എത്രയാ? മുഹറം എത്രയാ? 7 7ആണോ? 7 7 8 9 തിങ്കൾ 10 അല്ലേ? അങ്ങനെയല്ലേ? പറയേ. ഇന്ന് 7, ശനി 8, ഞായർ 9, തിങ്കൾ 10 ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഓഡിറ്റിങ്ങിന്റെ ടൈമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഓഡിറ്റിങ്ങിന്റെ ടൈമാണ് ഇത്. അതായത് കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ഒരു വിചിന്തനം, ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷ. ഇത് രണ്ടിനും ഇവിടെ ഈ രണ്ടിനും ഇത് മതി. ഏത്? അല്ലാഹ് കഴിഞ്ഞ പോലെ ഞാൻ തെറ്റ് ചെയ്തു പോയി ആയിക്കോട്ടെ, പക്ഷെ തെറ്റ് ചെയ്തു പോയി, എനിക്ക് ആരും മതി. അല്ലാഹ്, എനിക്ക് വേറൊരാളും വേണ്ട. ഇനി അടുത്ത കൊല്ലം എന്റെ ഭാവി നന്നാകണം. മകൻ ഗൾഫിൽ അയച്ചിട്ടുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. ഈ കൊല്ലം ഇൻഷാ അല്ലാഹ് റാഹത്താവുമെന്ന് വിചാരിക്കണ്ട.
ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വിചാരിച്ചൂടെ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കൽ വാക്കാം, തിരിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് എന്നുള്ളത് പറഞ്ഞ് പരിചയിച്ചവർക്ക് ഇതൊരു ലോക്കൽ വാക്കാം, അതൊരു സാധാരണ പ്രയോഗം. അത് ഗൾഫിലൊക്കെ പോയി വന്ന ഹൈന്ദവ സഹോദരങ്ങളും എന്ത് പറയും, ഇൻഷാ അല്ലാഹ്. ഈ മാസം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദു സഹോദരൻ, ഇൻഷാ അല്ലാഹ്, ഞാൻ തെറ്റും ശരിയും പറയല്ല, അതൊരു സാധാരണ പ്രയോഗമായി മാറി. അത് പറഞ്ഞൂടെ, പറയാം, അതിന്റെ പൊരുളിലേക്ക് പോകണം. മകൻ ഗൾഫിൽ പോയതുകൊണ്ട് ഈ കൊല്ലം ജയിക്കുന്നു ചോദിക്കണ്ട, ഓനെ നാളെ കയറ്റിവിടാം. ഈ ആരും ഉറപ്പിച്ചോ? വേറൊന്നും ഉറപ്പിക്കണ്ട, നിന്റെ കെട്ടിയ ഓളെ ഉറപ്പിക്കണ്ട. അവളേതായാലും എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ 10-15 വയസ്സായി, ഇനി പോവില്ലായിരിക്കും, ഇനിയൊന്നും ചാടിപ്പോവില്ല, അങ്ങനെ വിചാരിക്കണ്ട. വയസ്സത്തിമാരും ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പുറത്തു പറയണ്ട എന്ന് ചോദിച്ചാറുണ്ട്. ഓളുണ്ടാവുമെന്ന് ഉറപ്പിക്കണ്ട. ഇനി ഓളെ ഒരാൾക്കും ആവശ്യമില്ലെങ്കിൽ ഓൾക്ക് നമ്മളെ ആവശ്യമില്ലാതെ ആകാലോ, എന്ത് ആവൂല. 10-30 കൊല്ലമായിട്ട് മൂപ്പര് നന്നായിട്ടില്ല, ഇനി ആവൂല, അങ്ങനെ വിചാരിക്കാലോ. മനസ്സിലായോ? ചിന്തിക്ക്, ഒന്ന് വിശ്വസിക്കും. ഒരാളെ കണക്കാക്കണ്ട, ആരെ കണക്കാക്കാം? ഇതിന്റെ പൊരുളാണ് നമ്മളെ കൽബിലേക്ക് വരുന്നത്. നമ്മളെ 300ാമത്തെ ക്ലാസ് ആയിട്ട്, 1ാമത്തെ ക്ലാസ് ഇത് തന്നെയാണ്, 300ാമത്തെ ക്ലാസ് തന്നെയാണ്. നമ്മളെ കൽബ് ആരിലാകണം? നിങ്ങളെല്ലാവരും കൂടി നാളെ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു സങ്കല്പിക്കുക. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. എന്തിനു വിചാരമാണ്? ഞാനെതിനെ വിചാരമാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മരിക്കും, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നാളെ മരിക്കൂല. ഇപ്പൊ ഈമാനിലെ 1ാമത്തെ കാര്യം എന്താ? അള്ളാഹു വിശ്വസിക്കൽ. അവസാനത്തെ കാര്യം എന്താ? യൗമുൽ ആഖിറ അല്ലേ അവസാനത്തെ കാര്യം ആകണ്ട്, പക്ഷെ ഖദറാണ് അവസാനത്തെ കാര്യം. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ ഖദരി വൽ യൗമിൽ ആഖിർ. ഇങ്ങനെയുള്ളതിനും അള്ളാഹുക്കും റസൂലിനും. ഇതിന്റെ എല്ലാം കൂടി കൊയ്ത്ത് യൗമുൽ ആഖിർ അല്ലേ, ലാസ്റ്റ് യൗമുൽ ആഖിർ അല്ലേ. പക്ഷെ യൗമുൽ ആഖിറിനെ 5ാമത് ഇട്ടിട്ട് 6ാമത് വേറെ കാര്യമായിട്ട് ഖദർ. ഖദർ എന്നത് എന്താ? അതൊരു പ്രവൃത്തിയല്ല, അതൊരു അഭിമുഖീകരിക്കലുമല്ല, അതൊരു മാനസിക ഭാവമാണ്. ഖദർ എന്നാൽ എന്താ? യൗമുൽ ആഖിർ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഇത് എല്ലാത്തിനും ലാസ്റ്റ് കൂട്ടുന്നതാണല്ലോ യൗമുൽ ആഖിർ. പക്ഷെ യൗമുൽ ആഖിർ നമ്മുടെ 5ാം സ്ഥാനം. 1ാം സ്ഥാനത്തിൽ ഏതൊന്നിനും ലാസ്റ്റിനും വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു. മനസ്സിലായില്ലേ? കിഴക്കും പടിഞ്ഞാറും അല്ലാണ്ട്, ഒന്ന് തുടക്കമാണ്, ഒന്ന് ഒടുക്കമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നിന്റെ പ്രാധാന്യമാണ് പലപ്പോഴും ലാസ്റ്റിനുണ്ടാവുക. ലാസ്റ്റ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാണ്? എന്തിനാണ്? പക്ഷെ ഈമാനിൽ ലാസ്റ്റ് യൗമുൽ ആഖിർ അല്ല, ഖദറ. അതൊരു അമലാണോ? അല്ല. അതെന്താണ് ഈ ഖദർ? അത് നിന്റെ മനസ്സിന്റെ ഒരു ഉറപ്പാണ്. എനിക്കൊന്നും പറ്റൂല, എന്റെ റബ്ബ് പറ്റിച്ച എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? മകനെ ബാപ്പ പുറത്താക്കി എന്തൊരു തോന്നിയാസം ചെയ്തു. മകൻ പഠിക്കൽ നിന്നു, കുറച്ച് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ആവുമല്ലേ, ഇങ്ങനെ വഴി വരെ വന്നു, പിന്നെ മുറ്റത്തേക്ക് കയറി ബാപ്പ വടി കൊണ്ടിരിക്കുക. ബാപ്പ എന്റെ എന്താണെങ്കിലും എന്നെ അന്ന് അടിച്ചിട്ട് നിൽക്കുള്ളൂ. അപ്പവനൊരു ഉറപ്പുണ്ടാവും. എന്ത്? അപ്പവനൊരു ഉറപ്പുണ്ടാവും. എന്ത്? ആയിക്കോട്ടെ, അടിയെങ്കിൽ അടി ആയിക്കോട്ടെ. വന്നിട്ട് ബാപ്പാന്റെ കസേരന്റെ മുന്നിലോടെ നിന്നു. അവനൊരു ഉറപ്പുണ്ടല്ലോ. എന്താ ഉറപ്പ്? അടിച്ചാലും പ്രശ്നമില്ല, അടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇതിന്റെ ബാപ്പയാണ്. വേറെ തോന്നെ തോണ്ടിയ ചെള്ള കൊടുക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? ഇതിനാണ് ചങ്ങാതി ഖദർ എന്ന് പറയാം. നമുക്കെപ്പോഴും സുഖം തരുന്നവനല്ല ആര്? അല്ലാഹു. കാരണം നമുക്ക് നമ്മുടെ കാര്യം അറിയൂല. ആദ്യം ചെന്നപ്പോൾ മധുരമുള്ള ഒരു മരുന്നാണ് ഡോക്ടർ അന്ന്. അപ്പോൾ ഇവൻ എന്ത് മനസ്സിലാക്കി? ഡോക്ടറെ മധുരമുള്ള സാധനങ്ങൾ തരുന്ന ആളായിരിക്കും ഡോക്ടർ. പിന്നെ 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 സ്വഭാവം മാറി. അവസാനം ചെന്നപ്പോൾ കത്തിരിട്ട് വയറുകയായിരുന്നു. മനസ്സിലായില്ല? മനസ്സിലാണ്ട് പറഞ്ഞത്. ബോധമുള്ളവനാണെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കേണ്ട, എനിക്ക് ആവശ്യമുള്ളത് അതാത് സമയത്ത് അതാത് തരുന്നവനാണ് ഡോക്ടർ. അതാണ് നല്ല ഡോക്ടർ.
അപ്പൊ ആദ്യം വന്നപ്പോൾ തന്നത് മധുരമുള്ള മരുന്നാണ്, അതിനെ കണക്കാക്കണ്ട. ഇനി എന്തും ചെയ്യും പറയാം, ഉള്ള കീറും ചെയ്യും. അങ്ങനെ കീറാം നിപുണനായ ഡോക്ടർക്ക്. എന്തുകൊണ്ട് കീറുകയല്ലാതെ നിർവാഹമില്ലാത്ത സമയമാണെന്നത് നിനക്കറിയില്ല, ആർക്കറിയും? ഡോക്ടർക്കറിയും. ഇതിനൊന്നാൾ വലുതാക്കിച്ചള അവനാണ് മോഹു. അതാണ് ഖദർ. ഈ 100 രൂപ വാങ്ങിയ ഈ അൻവർ ആഴ്ചകൾ മാസങ്ങൾ തന്നെ പറയാം, എന്നോടൊരു കാര്യം എന്ന് പറയും, സാർ എങ്ങനെയെങ്കിലും നടക്കാനുണ്ട്. നിങ്ങൾ ഈ ആഴ്ച നടത്തി, നിങ്ങൾ ഈ ആഴ്ച തുറക്കി, ഈ ആഴ്ച നടന്നില്ലല്ലോ. അന്ന് നടന്നു. അന്ന് നടന്നിരുന്നെങ്കിൽ ആ കാര്യത്തിന്റെ ബാക്കി മഴ വരുന്നവരെ കാത്തിരിക്കേണ്ടതില്ലല്ലോ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം ശരിയാകാൻ ഏറ്റവും നല്ലത് അവസാനം നല്ലത് മെയ് മാസത്തിലല്ലേ? ഇത് ശരിയാവുന്നതോ ജൂലൈയിലോ ഓഗസ്റ്റിലോ അല്ലേ? എന്ത് അത് അവിടെ ശരിയാകലാണ് ഖൈർ എന്ന് ആർക്കറിയും? അല്ലാഹ്. നമ്മളാണ് ശരിയാക്കി കൊടുക്കണമെങ്കിൽ ഓൻ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഏറ്റവും ചെറിയ ഓൻ്റെ അടുത്ത് വലിയ വലിയ കെട്ടുകളുണ്ടല്ലോ, അപ്പൊ കെട്ടുകൾ നമുക്കൊന്നും വാങ്ങാലോ. ആയിക്കോട്ടെ, ഞാൻ ശരിയാക്കി തരച്ച് 2 കെട്ടുമുണ്ട് എന്ന് പറയാലോ. മോനിയുടെ കാര്യം കൊല്ലക്കണക്കിന് പറഞ്ഞ കാര്യമാകാതെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, കടം വിടാൻ ആരും ഇങ്ങോട്ട് വരരുത്. എന്റെ 15 കൊല്ലത്തെ മുമ്പത്തെ കടപ്പും പിടിച്ചില്ല. കടം വിടാൻ പറ്റിയ ദിക്റാണ് ചില ആളുകൾ ക്ലാസ്സിൽ ചോദിക്കും. എടാ അങ്ങനെ ദിക്റുണ്ടെങ്കിൽ ഞാൻ ചെല്ലൂല്ലേ? ഇത് കടം വീടുന്ന ക്ലാസ് അല്ല, ഞാൻ കടം വീടാത്ത ക്ലാസ്സും അല്ല. കടം വീടേണ്ട സമയത്ത് വീടുന്ന ക്ലാസ്സാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളോട് പറഞ്ഞു, മരിച്ചും കഴിഞ്ഞിട്ടായിരുന്നു കടം വീടുക. 15 കൊല്ലം പണിയെടുത്തു, നിങ്ങൾ കടം വീടില്ല. ഭൂമി വിൽക്കാൻ വെച്ചു, വിറ്റില്ല. മരിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ആ ഭൂമി ഞാൻ എടുത്തോളാം. എത്രയാ വാപ്പാന്റെ കടം? തന്നെ മയ്യത്ത് വിൽക്കുമ്പോ കടം വീടി. അങ്ങനെയാവാം. ഇതെന്റെ 15 കൊല്ലത്തെ ദുആ. എന്നെ കടം വീടാഞ്ഞു. 15 കൊല്ലത്തിന്റെ ഈ ദുആ നടക്കണമെങ്കിൽ കടം വീടാതിരിക്കണം. ഇന്നലെ രാത്രി അവസാനം പറഞ്ഞ റബ്ബേന്റെ കടം. അതൊരാഴ്ച മുമ്പ് കടം വീടിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെയും കൂടി ഊട്ടിക്കോവും. ഊട്ടി കിടന്ന് ചാകേണ്ടി വരും. വെള്ളിയാഴ്ച രാവിലെ നല്ല നിലക്ക് കെലിമയും ചൊല്ലി പഴയ കിടന്ന് മരിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ഇവന്റെ കടം പറയട ചെങ്ങായി, ഇവന്റെ കടം വീടാത്തോണ്ടാണ്. വീടിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ താറ്റി എണീറ്റാലും ഒന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? തിരിഞ്ഞു മറിഞ്ഞു നോക്കും. എന്തുകൊണ്ട്? ഇവനിപ്പ എന്തില്ല? പറയട, ഇവൻ എന്തില്ല? ആവശ്യമില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യമുള്ള ആളെല്ലാതെ മദ്രസ മാലിമാക്കൂല. രാവിലെ പരയുന്ന പെണ്ണുങ്ങളെ ബെഡിൽ നിന്ന് എണീറ്റാൽ പോകണമെങ്കിൽ സുബൈ പറഞ്ഞാൽ പിന്നെ ഒന്നും കൂടി കിടക്കത്ത് നടക്കൂല. ഇത് 6 മണിക്ക് മദ്രസയിൽ എത്തണം. അപ്പൊ നടക്കൂല. പിന്നെ നടക്കണത് മൂപ്പർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടൊക്കെ തീർന്നു. മൂപ്പര് അവിടെ ജ്വല്ലറി തുടങ്ങി. ഇപ്പൊ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റിയും റെസീറ്റ് കൊണ്ട് മൂപ്പരടുത്തേക്ക് വരികയാണ്. അപ്പൊ മൂപ്പര് എന്ത് പറയും? സെക്രട്ടറി വിളിച്ചോ, ഇന്ന് എനിക്ക് ലീവാണ് കേട്ടാ, നിങ്ങൾ തൽക്കാലം ഒരാളെ ആക്കി. അത് നാളെ ലീവാവും. എന്തുകൊണ്ട്? മനസ്സിലായില്ല? മാസപ്പടി പറ്റിയ മൂപ്പർക്ക് പേടിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട് ഉദ്ദേശം നടന്നില്ല? നിന്റെ കയർ അതാണ്. നിന്റെ പിന്നെ ഈ കയറ് നടത്തി തന്നാലും അള്ളാഹുവിലേക്ക് കൈനീട്ടുന്ന ദറജയിൽ നീ എത്തിയിട്ടില്ല. അങ്ങനെ വരും. ഉദാഹരണം പറയാ, ആ അവസ്ഥയിലേക്ക് നീ ചിന്തിച്ചില്ല. ഈ കുന്തത്തിൽ ചാടുക എന്നൊരു കളിയുണ്ട് സ്കൂളിലെ സ്പോർട്സിലൊക്കെ ഉണ്ടോ? കുന്തത്തിൽ ചാടുന്നതിന്റെ 2 അവസ്ഥ. ഒന്ന്, കുന്തം ഈ റിബണിന്റെ മുകളിലേക്ക് ഉയരുക. അങ്ങനെ ഉയർന്നാൽ അപ്പുറത്തേക്ക് വീഴും. ഇല്ലെങ്കിൽ ഇവൻ പുറത്തേക്ക്. ഓൾവാക്കിൽ ഉയർന്നവരും മുഴുവനും അപ്പുറത്തേക്ക് വീഴും. ഒന്ന് പറ മനുഷ്യ. ഇല്ല, ഉയരണം. റിബണിന്റെ മുകളിലേക്ക് ഉയർന്നാലേ അപ്പുറത്തേക്ക് വീഴുള്ളൂ. ഇല്ലെങ്കിൽ പുറത്തേക്ക്. നമ്മളൊക്കെ ഇപ്പുറത്തേക്ക് വീഴുന്ന സ്റ്റാൻഡിലാ. നമ്മൾ കുന്തത്തിൽ പൊങ്ങിയിട്ടില്ല. കുന്തത്തിൽ പൊങ്ങി അന്ന് കടമുള്ള വീട്ടിൽ തരും ചെയ്യും. അപ്പൊ നിന്റെ കടം വീട്ടിൽ തരാത്തത് എന്തുകൊണ്ട്? وإن من
شيء إلا عندنا خزائنه وإن من شيء إلا عندنا خزائنه. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഹിഫ്ളും നല്ല ഖുവത്തും നല്ല ഇൽമും നല്ല ഫഹമും സമുദായത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇൻ. ഹിജ്റിലെ 21 മറക്കരുത് കേട്ടോ, ഇരിക്കണേ. ഇമ്മിൻ ഷൈഇൻ وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. حسبي ربي جل الله على النبي صلى الله قلا. حسبي ربي جل الله بسم الله الرحمن الرحيم. وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. وإن من شيء ഒരു വസ്തുവുമില്ല ഇല്ലാ ഇൻദനാ ഖസാഇനു, ആ വസ്തുവിന്റെ ഖജനാവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ലാതെ. ഓഹോ, അപ്പോൾ ഒരു വസ്തു ഒരു ഖജനാവിലുണ്ട് എന്ന് അല്ല ഇവിടെ പറഞ്ഞേ. ഒരു വസ്തുവുമില്ല ഇല്ല ഇന്ധന, നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ലാതെ. ഖസാഇനുഹു, അതിന്റെ ഖജനാവുകൾ തിരിഞ്ഞിട്ടില്ല. ഒരു വസ്തുവിന്റെ തന്നെ പല ഖജനാവ്. ഖസീനത്തിന്റെ ഖസീന ഖജനാവ്, അതിന്റെ ബഹുവചനമാണ് എന്ത്? ഖസാഇന്. ഹു, അതിന്റെ ഖസാനകൾ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഒന്നിന്റെ ഒരു ഖജാനയല്ല, ഒരുപാട് ഖജാന. ഒന്നിന് നിറഞ്ഞെടുക്കണം എൻ്റെ അടുത്ത്. ഒന്ന് ഒരു ഖജനാവിലല്ല, ഒന്ന് ഒരു പട, ഒരു ഒന്ന് ഒരു വസ്തുവുമില്ല ഇല്ല ഇന്ധന, നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ലാതെ. ഖസായിനുഹു, അതിന്റെ ഖജനാവുകൾ. അപ്പൊ എന്റെ കയ്യിൽ ഏതൊരു വസ്തുവിന്റെ വിവിധങ്ങളായ എത്ര ആയിരം ഖജനാവ് ഒന്നിനുണ്ട് അല്ലാഹുവാലും നമുക്കറിയില്ല. അങ്ങനത്തെ അല്ലാഹു നമുക്ക് എന്തേ ചോദിച്ചേ തരാഞ്ഞു? നമ്മളെ മസ്ലഹത്താണത്. അടിമയുടെ മസ്ലഹത്ത് ചെയ്യുന്നവനാണ് ആര്? അല്ലാഹു. ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു. ഏതാ സൂറത്ത്? ഹിജ്ർ. എത്ര ആയത്ത്? മറക്കരുത് പോയി എഴുതിയേക്കാം. ഇമ്മിൻ ഷൈഇൻ. ഇതൊക്കെ മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ആയത്തുകളാണ്. ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വമാ നുനസ്സിലുഹു, ആ വസ്തുവിനെ ഞാൻ ഇറക്കാറില്ല. ഇല്ലാ ബിഖദരിൻ മഅലൂം, എന്റെ അടുക്കൽ അറിയപ്പെട്ട ഒരു ഖദർ അനുസരിച്ചല്ലാതെ. അതെത്ര ഇറക്കണം, എപ്പോൾ താഴത്തേക്ക് ഇറക്കണം എന്നറിയുന്നവനും ഞാനാണ്. അതിനനുസരിച്ച് ഇറക്കും. അല്ലാത്തിറക്കിയാലോ നിങ്ങൾ കുടുങ്ങും. മേഘമായി ഇറങ്ങി ഞങ്ങൾ മരിച്ചു. മേഘമായി ഇറങ്ങി ഞങ്ങൾ മരിച്ചു. അപ്പൊ എന്ത് ചെയ്യും? കാറ്റിനയക്കും. വാക്ക് ആദ്യം കാറ്റിനേക്കും, എന്നിട്ട് മേഘങ്ങളുമായി കൂട്ടിമുട്ടിക്കും. അതിനിടയിൽ നിന്ന് അതിമനോഹരമായ വെള്ളത്തുള്ളികൾ താഴത്തേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്നുകൂടി കട്ടിയ കൂടിയാൽ ആലിപ്പഴം എന്ന് പറയും. ചിലപ്പോൾ ആലിപ്പഴം വീണാൽ കാറിന്റെ ഗ്ലാസ് പോവും. മേഘം കൂട്ടിമുട്ടിയപ്പോൾ ഒരു കഷ്ണം വേണ്ടത്ര പൊട്ടിയില്ല. അത് വീഴുന്നതിനാണല്ലോ എന്ത് പറയാ? എന്തിനാ ആലിപ്പഴം എന്നറിയാ? ആലിപ്പഴം ആരാന്റെ തൊടുവിൽ വീണാൽ ആലിപ്പഴം എന്നറിയാ. നമ്മളെ കാറിന്റെ മേലെ വീണാലതിന് ആലിപ്പഴം എന്നല്ല പറയാ, പേര് മാറും. മനസ്സിലായില്ല? ഒറിജിനൽ ഗ്ലാസ് ഒട്ടി. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ് വാങ്ങി ഇട്ടാൽ തന്നെ ഏതെങ്കിലും കാലത്ത് ആ കാർ വിൽക്കേണ്ടി എന്നാൽ നോക്കിയാൽ കാർ വിൽപ്പനക്കാർക്ക് ചില വളവുകളുണ്ട്. അവരിങ്ങനെ നോക്കും, ആ ഗ്ലാസ് മാറ്റി എന്നറിയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വഴിയുണ്ടോ? ഒരു വഴിയൊന്നുമില്ല, അതിലുണ്ട്. ആ ഗ്ലാസ്സിന് കിട്ടൂല. എന്റെ ഗ്ലാസ് ആലിപ്പഴം വീണ് പൊട്ടി.
ആലിപ്പഴത്തിന് കട്ടി കൂടിയാൽ ഗ്ലാസ് പൊട്ടും, തല പൊളിയും. അപ്പൊ അത്ര വലിയ മനസ്സിലായോ? ആലിപ്പഴം വരെ ഇറക്കാത്തത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. വമാ നുനസ്സിലുഹു, നാം ഇറക്കാറില്ല അതിനെ ഇല്ലാ ബിഖദരിൻ മഅലൂം, എന്റെ കയ്യിൽ അറിയപ്പെട്ട ഒരു നിശ്ചിത അളവിലല്ലാതെ. അതെങ്ങനെ ഇറക്കാം എന്ന് എന്തുകൊണ്ട്? ഇത് അടിമകൾ മരിച്ചോ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്റെ കൂടെ من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم.